ഹലോ, അപ്പോൾ നമ്മുടെ ഇതൊരു ട്രിപ്പ് ടു കൊടൈക്കനാൽ. നമുക്ക് നേരെ വീഡിയോ കാണാം. അങ്ങനെ ഗൈസ്, രാവിലെ 9 മണിയായപ്പോൾ എല്ലാവരും ഒരുങ്ങി കെട്ടി നമ്മൾ ഇറങ്ങേണ്ട സ്ഥലത്ത് എത്തിക്കഴിഞ്ഞപ്പോഴോ വേറൊരു ബമ്പൻ ടെസ്റ്റ് സംഭവിച്ചു. എലക്ഷൻ്റെ ഡ്യൂട്ടിയൊക്കെ കാണാൻ നമ്മളെ കൂടുതൽ ഒരാൾക്ക് ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേ ഇറങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ അവരെ കൂട്ടാതെ പോകാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കുറേ നേരം വെയിറ്റ് ചെയ്തു. രാവിലെ ഒരുങ്ങിയത് ഉച്ചയ്ക്ക് ഫുഡൊക്കെ കഴിച്ച് അവിടെയായി. പിന്നെ അതേ നമ്മളെ തിരിച്ച് ഇറങ്ങി. അപ്പോഴത്തേക്കും വീണ്ടും നിർത്തിയിട്ട് വേറെന്തോ പ്രശ്നം. എന്നിട്ട് നമ്മൾ അവിടെ ഒരു അമ്പലത്തിൻ്റെ അവിടെ മതിലിലെ ഊഞ്ഞാലിലൊക്കെ മരത്തിൽ ഊഞ്ഞാലിലൊക്കെ കയറി അടിച്ചു പൊളിച്ചു. അങ്ങനെ അവസാനം നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടാക്കി ഗൈസ്. ഫുൾ ഡാൻസ് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഫുൾ കസിൻസ് കൂടെ പൊളിച്ചടുക്കി. ഹലോ ബേബേ. ഹായ്. ഒരു 100 ബുക്സ് ഉണ്ടാവും. നീ കൊടുത്ത ഡെയിലി കൊടുക്കണ്ടേ? അങ്ങനെ പാട്ടും പാടി ഡാൻസും കളിച്ച് കൊടൈക്കനാൽ എത്തിയപ്പോഴത്തേക്കും വെളുപ്പിനെ 4:30 പിന്നെ എന്ത് ചെയ്യാനാ, കിടന്നു ഒറ്റ ഉറക്കം. രാവിലെ 9 മണിക്ക് എഴുന്നേറ്റ് കറക്കം അങ്ങ് തുടങ്ങി. എങ്ങോട്ടായിരുന്നു എന്നറിയോ? നമ്മൾ റോസ് ഗാർഡനിൽ പോയി ഗൈസ്. പക്ഷെ അതിൻ്റെ വീഡിയോ ഒന്നുമില്ല, ഫോട്ടോസ് കുറച്ചുണ്ട്. അത് ഞാൻ തമ്മിലായിട്ട് ഇട്ടിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് പോയത് ഗുണാക്കേവിലേക്കായിരുന്നു. പൈൻ ഫോറസ്റ്റ് കണ്ടു. മൊത്തം ഒന്നും കാണാൻ പറ്റില്ല, കാരണം പൈൻ ഫോറസ്റ്റ് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അവിടുത്തെ നമ്മളിത് കണ്ടിട്ടുണ്ടാവും, നിങ്ങൾ എല്ലാ ഷോർട്ടേജും കണ്ടിട്ടുണ്ടാവും, ഷോർട്സൊക്കെ ആയിട്ട് കേട്ടോ. അതൊന്ന് കണ്ടോളൂ. പിന്നെ നമ്മൾ ലാസ്റ്റ് ലേക്കിൽ പോയി. കുറേ പരിപാടി ഉണ്ടായിരുന്നു, കുറച്ച് കട്ടായിപ്പോയി ഗൈസ്. പിന്നെ നമ്മൾ തിരിച്ചിറങ്ങി എത്തിയിട്ട് ക്യാമ്പ് ഫയർ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് പരിപാടി. മസ്റ്റ് ട്രൈ ഐറ്റമാണ്. തണുപ്പത്ത് ചൂടൊന്ന് കൊള്ളുമ്പോഴുള്ള അവസ്ഥയെ ഈ വയ്ക്കും. എന്തിനാ ഇവിടെ കഷ്ടപ്പെട്ട് തണുപ്പത്ത് പോയിട്ട് അവിടെ പോയി ചൂട് കൊള്ളണേ? അതൊരു രസമാണ് ഗൈസ്. പിന്നെ ഞങ്ങൾ കുറച്ച് മാഷ്മെല്ലോ ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ ഇട്ട് ഫുൾ കസിൻസ് ആയിട്ട് ഡാൻസും പാട്ടും അടിച്ചു പൊളിയായിരുന്നു കേട്ടോ. പുപ്പൊളിയായിരുന്നു അത്. എൻ്റെ പൊന്നേ, എന്ത് രസമായിരുന്നു എന്നറിയോ? അങ്ങനെ ഇപ്പം ഞാൻ വരും ഗൈസ്, ഒരു വരവുണ്ട് എൻ്റെ. ഞാൻ അപ്പം എപ്പോൾ വന്നാലും മസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യാട്ടോ. പക്ഷേ എല്ലാ ട്രിപ്പിൻ്റെയും വിഷമകരമായ ദിവസം എത്തി. തിരിച്ചു പോവാണ് കേസ് നമ്മൾ. അപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. അതൊന്നും നിങ്ങൾ പോയി കണ്ടിട്ട് വരൂ കേട്ടോ. മുന്തിരിപ്പൂവിൻ വർണ്ണജാലം, മാമലങ്കാട്ടിലെ മായാലോകം, അരവാരങ്ങളിൽ വാദ്യഘോഷങ്ങളിൽ കൂട്ടുകൂടാനിനി ഞാനുമുണ്ട്. പിന്നെയായിരുന്നു ഗൈസ് നമ്മളൊരു പൊളിച്ചത്. നമ്മൾ ഗൈസ് ഒരു മറ്റേ തേക്കടി റോസ് പാർക്കില്ലേ, അവിടെ എത്തി. കണ്ടോ എന്നിട്ട് തൂക്കുവാണ് ഗൈസ്, എന്നെ തൂക്കി കെട്ടി. എന്ത് രസമായിരുന്നെന്നറിയോ? ഇത് മസ്റ്റ് ട്രൈ സാധനം കേട്ടോ. എവിടെ പോയാലും കിട്ടുവാണെങ്കിൽ ഒന്ന് കയറി നോക്ക്. നല്ല രസമാണ് ആ സംഭവം. എനിക്ക് ബെൽറ്റ് ജസ്റ്റ് മുറുകിയിട്ട് കുറച്ച് വേദന ഉണ്ടായിരുന്നു. എല്ലാവർക്കും ഒന്നും ഇല്ല കേട്ടോ, പക്ഷെ എനിക്ക് ഇത്തിരി എന്തോ പറ്റിയിട്ടുണ്ടായിരുന്നു. ബെൽറ്റ് ഇത്തിരി മുറി, പക്ഷെ ഞാൻ എൻജോയ് ചെയ്തു. പിന്നെ ഇത് അപ്പൂസാണ്. സിപ്പ് ലൈനിൽ പോയിട്ടുണ്ടായിരുന്നു. ഞാനും പോയിട്ടുണ്ടായിരുന്നു സിപ്പ് ലൈനിൽ, പക്ഷെ അതിൻ്റെ വീഡിയോ ഇല്ല കേട്ടോ. ഇതിൽ ഒരാൾക്ക് 4 റൈഡാണ്. ഞാൻ കുറച്ചുകൂടെ റൈഡൊക്കെ കയറി. അത് പോട്ടെ, ഇതല്ലല്ലോ നമ്മുടെ വിഷയം. അങ്ങനത്തെ അപ്പുക്കുട്ടൻ കഴിഞ്ഞതിന് ശേഷം അടുത്ത ആൾ അയ്യപ്പൻ ചേട്ടൻ എൻ്റെ കസിനാണ്. എൻ്റെ വീടിൻ്റെ അടുത്താണ് താമസിക്കുന്നത്. എൻ്റെ കസിനാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും ഇവിടെ വന്നപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും, കുറേ ഇവിടെ ഡാൻസിലൊക്കെ കണ്ടിട്ടുണ്ട് അയ്യപ്പൻ ചേട്ടൻ. പോണു അയ്യപ്പൻ ചേട്ടനും നല്ല രസമാണ്. ഈ സിപ്പ് ലൈൻ നല്ല രസമാണ് കേട്ടോ. ഞാൻ പോയതുകൊണ്ട് പറയുകയാണ്. അങ്ങനെ അയ്യപ്പൻ ചേട്ടൻ കഴിഞ്ഞപ്പോൾ കൃഷ്ണാപ്പച്ചി പോയി. എല്ലാവരുടെയും ഉണ്ട് ഗൈസ്. എൻ്റെ മാത്രം അമ്മ എടുക്കാനായിട്ട് ഇത് മറന്നുപോയി. പക്ഷേ എന്തൊരു കഷ്ടമല്ലേ, വെരി അൺലക്കി. പപ്പ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ഫോണിൽ ഇപ്പോൾ വീഡിയോ ഉണ്ടായിരുന്നില്ല. പിന്നെ കൃഷ്ണാപ്പച്ചി ഗൈസ്,
കൃഷ്ണാപ്പച്ചി ഈ സാധനത്തിൽ കയറി. കൃഷ്ണാപ്പച്ചി ഒരു 10-15 മിനിറ്റ് എടുത്തു ഇതൊന്ന് തീരാൻ. ആ സമയം കൊണ്ട് അപ്പുക്കുട്ടൻ പോയിട്ട് ഞാൻ കയറി അവിടെ ട്രാമ്പലൈനിലൊന്ന് കയറാമെന്നും പറഞ്ഞിട്ട് പോയിട്ടുണ്ട്. നല്ല രസം. ഇത് 5 ഇയേഴ്സ് പ്ലസ് ആണ് ഗൈസ്. അത്രയും പേർക്ക് കയറാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഒരു 8 ഇയേഴ്സൊക്കെ ആകുമ്പോഴായിരിക്കും. അപ്പൂന് 8 വയസ്സുണ്ട് കേട്ടോ ഗൈസ്. അവൻ വലിയ കൂലൊന്നും ഇല്ലാതിരുന്നു. ഞാൻ കൂവി നശിപ്പിച്ചു, ഫുൾ നശിപ്പിച്ചു. പക്ഷേ കൂവുമ്പോൾ നമുക്ക് മറ്റേ ഒരു ഇക്കിളി എടുക്കില്ല ഇങ്ങനെ ഒരുമാതിരി, അതൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ കയറിയിട്ടുണ്ടായത്. പിന്നെ ഇത് ഞാനാട്ടോ, ഞാനൊരു 2 മിനിറ്റ് 3 4 5 മിനിറ്റ് കൂടെ 5 മിനിറ്റ് മാക്സിമം എടുത്തിട്ട് ഞാൻ പെട്ടെന്ന് തീർന്നു കേട്ടോ. എനിക്ക് പിന്നെ ഒരു പേടിയില്ലാത്ത ജന്തു ആയതുകൊണ്ട്. പിന്നെ ഇങ്ങനെ വളഞ്ഞ് പോയി പുറം ഭയങ്കര വേദനയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞപ്പോൾ മറ്റേ സിപ്പ് സൈക്കിളിലുണ്ടായിരുന്നു, സിപ്പ് സൈക്കിൾ. അതിൽ അയ്യപ്പച്ചേട്ടനാണ് ഈ കയറിക്കൊണ്ടിരിക്കണേ. ഞാൻ സിപ്പ് സൈക്കിൾ കയറിയിട്ടുണ്ട് സ്കൂളിൽ നിന്ന് പോയപ്പോൾ. പിന്നെ സിപ്പ് സൈക്കിള് സ്കൈ സൈക്കിള് കൃഷ്ണാപ്പച്ചി കയറി ഗൈസ്. പിന്നെ ഞാനും എൻ്റെ കസിൻ ബാക്കിയുള്ളവരും വെർട്ടെക്സിൽ കയറിയപ്പോൾ 20D സിനിമ കയറിയപ്പോൾ അപ്പൂന് ഇവിടെ കളിക്കണമെന്ന് പറഞ്ഞിട്ട് ഇവിടെ ബാബൂസിൻ്റെ കൂടെ അപ്പു ഇരുന്നു പോയിക്കൊണ്ടിരിക്കുന്നു. എന്നിട്ട് ഞാൻ വെർട്ടെക്സിൽ കയറി, അവിടെ ഫോൺ കൊണ്ടുപോയില്ല, മറന്നുപോയി. പിന്നെ നമ്മൾ കുറച്ച് റീൽസിനുള്ള പരിപാടിയൊക്കെ ആയിട്ട് അങ്ങനെ നമ്മൾ വീട്ടിലെത്തി കിടന്നുറങ്ങി. അങ്ങനെ ട്രിപ്പ് എൻ്റെ എൻജോയ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യ്, സബ്സ്ക്രൈബ് ചെയ്യ്, ഗെറ്റ് നോട്ടിഫൈഡ്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം.